പഠിക്കാനുള്ളത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 തുടക്കം തന്നെ നമുക്ക് പഠിക്കുന്നത് സിമ്പിൾ സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻ ആണ്. അപ്പോൾ അതിൻ്റെ തുടക്കം തന്നെ നമുക്ക് നോക്കാറുള്ളത് മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ മെറ്റീരിയൽ ക്ലാസിഫിക്കേഷനിൽ മെയിനായിട്ട് കുറച്ച് ടേംസ് വരുന്നുണ്ട്. അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വരുന്നത് റിജിഡ് ബോഡിയാണ്. റിജിഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഇറ്റ് ഈസ് എ ബോഡി വിച്ച് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എ ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂറിംഗ് ദ ആപ്ലിക്കേഷൻ ഓഫ് ലോഡ്. അതായത് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോർമേഷൻ കാണിക്കാത്ത ബോഡീസിനെയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു നല്ല കട്ടിയുള്ളൊരു ഒരു റിജിഡായിട്ടുള്ള ബോഡിയെ നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാതിരിക്കും. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പിനോ യാതൊരു തരത്തിലുള്ള ചേഞ്ച് സംഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിനെ റിജിഡ് ബോഡി എന്ന് വിളിക്കാൻ സാധിക്കും. അടുത്ത ഇലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ്. ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തൊരു ഫോഴ്സ് എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പിന് ചേഞ്ച് വരും. പക്ഷെ നമ്മൾ എപ്പോഴാണ് ഒരു ഫോഴ്സ് റിമൂവ് ചെയ്യുന്നത് അത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു. അതിൻ്റെ ഒരു എക്സാമ്പിൾ സ്റ്റീലാണ്. അതിൻ്റെ നമ്മളൊരു ഫോഴ്സ് എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പിന് ചേഞ്ച് വരും, അതായത് ഡിഫോർമേഷൻ സംഭവിക്കാന്ന് പറയും. പക്ഷെ എപ്പോഴാണ് നമ്മൾ ആ ഒരു ഫോഴ്സ് റിമൂവ് ചെയ്യുന്നത്, ആ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് പഴയ ഷേപ്പിലോട്ട് തിരിച്ചു. അങ്ങനെയുള്ള മെറ്റീരിയൽസ് നമുക്ക് ഇലാസ്റ്റിക് മെറ്റീരിയൽസ് വിളിക്കാം. അടുത്ത പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ്. പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് മെറ്റീരിയൽസിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഫോഴ്സ് എക്സൈറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പിന് ചേഞ്ച് വരും, ഡിഫോർമേഷൻ സംഭവിക്കും. പക്ഷെ നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ പറ്റിയ ഡിഫോർമേഷൻ, അതായത് ആ വന്ന ചേഞ്ച് ഇൻ ഷേപ്പ് അതുപോലെ തന്നെ നിലനിൽക്കും. അതായത് ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഷേപ്പിൽ ചേഞ്ച് എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. അത് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും പോകില്ല. അടുത്ത ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആണ്. ഡക്റ്റൈൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം എന്താ പറയുക, വളരെ വലിയ രീതിയിൽ നമുക്ക് ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനാണ് നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. നമുക്ക് ഷേപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഷേപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ തൊട്ട് അത് പൊട്ടിപ്പോകും. എക്സാമ്പിൾ വെച്ച് പറയുന്നത് ഡക്റ്റൈൽ മെറ്റീരിയൽ ഒരു എക്സാമ്പിൾ കോപ്പറാണ്. ബ്രിട്ടിൽ മെറ്റീരിയൽ ഒരു എക്സാമ്പിൾ ഗ്ലാസ് ആണ്. അതായത് ഡക്റ്റൈൽ മെറ്റീരിയൽ കോപ്പർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കോപ്പർ നമുക്ക് പല ഷേപ്പിൽ ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും, അത് പൊട്ടിപ്പോകില്ല. പക്ഷെ ബ്രിട്ടിൽ മെറ്റീരിയൽ നമ്മൾ, അതായത് ഇപ്പോൾ ഗ്ലാസ് എടുക്കുക, കോപ്പറിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന പോലെ ഗ്ലാസിന്റെ ഷേപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കോപ്പർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടിപ്പോകും. പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മെറ്റീരിയൽസ് ആണ് ബ്രിട്ടിൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ആണ്. ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, ഡക്റ്റിലിറ്റി, മാലിബിലിറ്റി, ഹാർഡ്നെസ്. അതിനൊരു 11 ടേംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേംസ് നിങ്ങൾ തന്നെ വായിച്ചു നോക്കിയിട്ട് വളരെ സിമ്പിളാണ് മനസ്സിലാക്കുക. സ്ട്രെസിന്റെ സിമ്പിൾ സ്ട്രെസ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ബാർ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ആ ബാറിന്റെ രണ്ട് സൈഡിലും നമ്മളൊരു ഫോഴ്സ് എക്സൈറ്റ് ചെയ്യണം. ബി എന്ന് പറയുന്ന ഫോഴ്സ് എക്സൈറ്റ് ചെയ്യാം. ഈ ഫോഴ്സ് എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ബാറ് രണ്ടായിട്ട് മുറിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് സൈഡിലോട്ട് വലിഞ്ഞു പോകാതിരിക്കുന്നത്? കാരണം ഇതിന്റെ അകത്ത് ഇന്റർമോളിക്കുലർ ഫോഴ്സുകൾ ഉണ്ട്. ഇന്റർമോളിക്കുലർ ഫോഴ്സുകൾ ഈ ഒരു ബാറിനെന്താണ്, ബാറിന്റെ മെറ്റീരിയൽസ് എന്താണ് ചേർത്ത് പിടിച്ചെടുത്തേക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോഴ്സ് ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും ടെൻസൈൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ അകത്ത് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഫോം ചെയ്യും. അതായത് ഇതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഫോം ചെയ്യും. ഈ ഇന്റേണൽ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. സ്ട്രെസിന്റെ ഡെഫിനേഷൻ ആയിട്ട് പറയുമ്പോൾ സ്ട്രെസ് ഈസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ബോഡി ഡ്യൂ ടു അപ്ലൈഡ് ഫോഴ്സ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബോഡിക്കകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മിക്കപ്പോഴും സ്ട്രെസ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്, സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനോട് ഈക്വൽ ആയിരിക്കും. അതായത് ഈ ബോഡിയുടെ ഷേപ്പിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ വാല്യൂനോട് ഈക്വൽ ആയിരിക്കും. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ വരുന്നത് സിഗ്മ ഈസ് ഈക്വൽ ടു പി ബൈ എ ആണ്. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ നമ്മൾ പാസ്കൽ. പാസ്കൽ ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടെൻഷൻ, കംപ്രഷൻ ആൻഡ് ഷിയർ ആണ്. ടെൻഷൻ, കംപ്രഷൻ ആൻഡ് ഷിയർ. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ടെൻഷനാണ്. ടെൻഷൻ സംഭവിക്കുന്ന ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ്. ടെൻസൈൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്. അതായത് ഇങ്ങനെ ഒരു ബോഡിയുമ്പോൾ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബോഡി ടെൻഷന് വിധേയമാകും. അപ്പോൾ ടെൻഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ഫോഴ്സ് ആ ബോഡീനെ എലോങ്ങേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതായത് അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഈ ഒരു രീതിയിൽ ഒരു ബോഡിയിൽ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ ബോഡി വലിയും. അപ്പം അങ്ങനെ ഒരു ബോഡിയെ വലിക്കുന്ന തരത്തിലുള്ള
തരത്തിൽ എലോങ്ങേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫോഴ്സുകളെയാണ് നമ്മൾ ടെൻസൈൽ ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ടി, സ്ട്രെസ്സിൻ്റെ ഒപ്പം ഒരു ടീം കൂടെ കൊടുത്തിട്ട് ഇക്വേഷൻ സെയിം തന്നെയാണ്. ഫോഴ്സ് ഡിവൈഡ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയ തന്നെയാണ് ഇക്വേഷൻ വരുന്നത്. ഈ രീതിയിലാണ് ആ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ടെൻസ് ടു ഷോർട്ടൺ ദ ലെങ്ത് ഓഫ് ദ ബോഡി. അതായത് ആ ഒരു ബോഡിയുടെ ലെങ്ത് കുറയ്ക്കുന്ന തരത്തിലാണ് അല്ലെങ്കിൽ അതിനെ കംപ്രസ് ചെയ്യുന്ന തരത്തിലാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ കംപ്രഷൻ എന്ന് വിളിക്കും. അപ്പോൾ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് ബോഡിക്ക് കംപ്രഷൻ സംഭവിക്കുന്നത്. കംപ്രഷൻ സംഭവിച്ചാൽ അതിൻ്റെ അകത്ത് എന്തായാലും കംപ്രസീവ് സ്ട്രെസ് ഡെവലപ്പ് ആവും. കംപ്രസീവ് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ സിഗ്മ സി ഈക്വൽ ടു പി ബൈ എ, സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷൻ ചേഞ്ച് ആവും, അല്ലെങ്കിൽ നമുക്ക് പറയാം അതിനൊരു ഡിഫോർമേഷൻ സംഭവിക്കും. അപ്പോൾ ഈ ഒരു ഡിഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. അതായത് എത്രത്തോളം അതിന്റെ ഷേപ്പ് ചേഞ്ച് ആയി എന്ന് കാണിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെയിൻ്റെ ഇക്വേഷൻ തന്നെ നിങ്ങൾ നോക്കുക. സിംപ്ലി സ്ട്രെയിൻ ഇസ് എ ടൈം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഡിഫോർമേഷൻ. അത് അതിന്റെ ഇക്വേഷൻ നോക്കിയേ. ഇപ്പോൾ ലെങ്ത്തിന്റെ കേസിലാണെങ്കിൽ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അതായത് എത്രത്തോളം ചേഞ്ച്, അതായത് ഒരു ബോഡിയിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു, അന്നേരം അതിന്റെ ലെങ്ത് എത്രത്തോളം ചേഞ്ച് ആയി ഡിവൈഡഡ് ബൈ അതിന്റെ ഒറിജിനൽ ലെങ്ത്, അതിനുണ്ടായിരുന്ന ലെങ്ത്. അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ചേഞ്ച് ആ ഒരു ബോഡിയിൽ ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സ്ട്രെയിൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ്സിലോൺ എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ്. ഈ പോലെ ഇരിക്കുന്ന എഫ്സിലോൺ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. എഫ്സിലോൺ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ ആണ്. ഡെൽറ്റ എല് അല്ലെങ്കിൽ ഡി എൽ ഡിവൈഡ് ബൈ എൽ എന്നിട്ടാലും മതി. ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ, അതായത് ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഇല്ല. അതുപോലെ തന്നെ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. കാരണം മേലെ ലെങ്ത് ആണ്, താഴെ ലെങ്ത് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ മേലെ മീറ്റർ ആണെങ്കിൽ താഴെ മീറ്റർ തന്നെ വരും. മീറ്റർ കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ണുള്ളൂ. അതായത് വേറെ യൂണിറ്റും കാര്യങ്ങളൊന്നും അതിനില്ല. സ്ട്രെയിൻ എന്ന് പറയുന്നത് എസ് ഐ യൂണിറ്റോ അല്ലെങ്കിൽ ഡയമെൻഷൻ ഒന്നും ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ്. ഇത് നമ്മൾ നോക്കുന്ന ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റ്, ഹുക്സ് ലോ ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ബോഡിയിൽ നമ്മൾ ഫോഴ്സ് എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പിന് ചേഞ്ച് വരും. ഇനി ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് റിമൂവ് ചെയ്തു, തിരിച്ച് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനുണ്ടായിരുന്ന ചേഞ്ച്, അതിനുണ്ടായ ഷേപ്പ് ചേഞ്ച് എന്താണ്? അത് മാഞ്ഞു. അതായത് അത് അതിന്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് തിരിച്ചു വരും. ഓക്കെ. പക്ഷെ ഇത് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെയാണ് ഇത് സംഭവിക്കുള്ളൂ. അതായത് നമ്മൾ ഫോഴ്സ് എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് ചേഞ്ച് ആവും. നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു പോകും. ഈ ഒരു പ്രോസസ്സ് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ നമ്മൾ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് സംഭവിക്കുള്ളൂ. ആ ലിമിറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇനി അതായത് ആ ലിമിറ്റിന്റെ ഉള്ളിൽ, ആ ലിമിറ്റിന്റെ താഴത്ത് ഏത് ഫോഴ്സിലും ഈ ഒരു പറയുന്ന ബോഡി ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കും. അതായത് അത് എപ്പോഴും അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴാണ് ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യുന്നത്, ആ ലിമിറ്റ് എപ്പോഴാണ് ക്രോസ് ചെയ്യുന്നത്, അപ്പൊ തൊട്ട് ആ ഒരു ബോഡി പ്ലാസ്റ്റിക് ആയിട്ട് മാറും. അത് പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുകയാണ്. ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വരില്ല. കാരണം പിന്നീട് അതിനുണ്ടാവുന്ന ചേഞ്ച് ഇൻ ഷേപ്പ് എന്ന് പറയുന്നത് അത് പെർമനന്റ് ആയിരിക്കും. അത് തിരിച്ചു വരുന്ന ടൈപ്പ് ചേഞ്ച് ഇൻ ഷേപ്പ് ആയിരിക്കില്ല, അല്ലെങ്കിൽ തിരിച്ചു വരുന്ന ടൈപ്പ് ഡിഫോർമേഷൻ ആയിരിക്കില്ല. അപ്പൊ ഈ ഒരു ലിമിറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. അതായത് ഒരു ബോഡിക്ക് ഒരു ഇലാസ്റ്റിക്, എല്ലാ ബോഡിക്കും ഒരു ഇലാസ്റ്റിക് ലിമിറ്റ് ഉണ്ടാവും. ആ ഒരു ഇലാസ്റ്റിക് ലിമിറ്റിന്റെ താഴെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ബോഡി അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വരും. പക്ഷെ എപ്പോഴാണ് ഒരു ഇലാസ്റ്റിക് ലിമിറ്റ് ക്രോസ് ചെയ്യുന്നത്, ആ ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിന്റെ ഇലാസ്റ്റിക് ബിഹേവിയർ നഷ്ടപ്പെട്ടു പോവാണ്. അതിനുശേഷം നമ്മൾ പിന്നെ അതിന്റെ മേലോട്ട് ഫോഴ്സ് നമ്മൾ എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അതായത് തിരിച്ച് അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഈ ഒരു ലിമിറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഹുക്സ് ലോ എന്ന് പറഞ്ഞ ഒരു ലോ ആണ്. ആ ലോ എന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്, അതായത് ഇലാസ്റ്റിക് ലിമിറ്റിന്റെ അകത്ത്, ഞാനിപ്പോൾ ഇത് ഇലാസ്റ്റിക് ലിമിറ്റ് ആണെങ്കിൽ അതിന്റെ ഉള്ളില് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എപ്പോഴും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് സ്ട്രെയിൻ കൂടും, സ്ട്രെസ് കുറയുന്നതിനനുസരിച്ച് സ്ട്രെയിൻ കുറയും.
അപ്പോൾ അതാണ് ഹുക്സ് ലോ പറയുന്നത്. അപ്പോൾ അത് മാത്തമാറ്റിക്കലി നമുക്ക് ഇതേപോലെ എഴുതാനായിട്ട് സാധിക്കും. സിഗ്മ എന്ന് പറയുന്നത് സ്ട്രെയിൻ്റെ സിമ്പിളാണ്. എഫ്സിലോൺ എന്ന് പറയുന്നത് ഈ പോലെ ഇരിക്കുന്നത്, സിഗ്മ എന്ന് പറയുന്നത് സ്ട്രെസ്സിന്റെ സിമ്പിളാണ്, എഫ്സിലോൺ സ്ട്രെയിൻ്റെ സിമ്പിളാണ്. അതായത് സിഗ്മ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് മാത്തമാറ്റിക്കലി അവിടെ എക്സ്പ്രസ് ചെയ്തേക്കാണ്. ഇനി പ്രൊപ്പോർഷണാലിറ്റി കളയാനായിട്ട് നമ്മൾ എപ്പോഴും ഓരോ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ ഇവിടെ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റിയുടെ സിമ്പിൾ കളയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അത് മാറി ഈക്വൽ ആകുമ്പോൾ അവിടെ വരുന്ന അഡീഷണൽ ആയിട്ട് വരുന്ന കോൺസ്റ്റന്റ് ടേമാണ് ക്യാപിറ്റൽ ലെറ്റർ ഇ. ആ ക്യാപിറ്റൽ ലെറ്റർ ഇയുടെ പേര് അതൊരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ പേര് എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ഈ ടേംസ് ഒക്കെ പഠിച്ചു വെക്കണം. ഇ എന്നാണ് അതിന്റെ പേര് ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ പേര് യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നാണ്. അപ്പോൾ ഇതാണ് ഹുക്സ് ലോ. അപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചു. ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണെന്ന് പഠിച്ചു, ഹുക്സ് ലോ എന്താണെന്ന് പഠിച്ചു, അതുപോലെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്താണെന്ന് പഠിച്ചു. ബോഡിയിലുണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത്, അത് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഇവിടെ ചെറിയൊരു രീതിയിൽ ഡെറൈവ് ചെയ്ത് കണ്ടുപിടിച്ചത്. ഡെറിവേഷൻ ഒന്നും പറയാനൊന്നുമില്ല, പക്ഷെ ആ ഒരു ഡെറിവേഷൻ നിങ്ങൾ കാണാപ്പാടം പഠിക്കണ്ട. പക്ഷേ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കാണാപ്പാടം പഠിച്ചിരിക്കണം, കാരണം പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആവശ്യം വരും. ഡെൽറ്റ ഇല്ല എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു പി എൽ ഡിവൈഡ് ബൈ എ. അതായത് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡാണ്, ഫോഴ്സ്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ലെങ്ത് ആണ്, അതിന് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ലെങ്ത്. എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ബോഡി ഉണ്ടല്ലോ ആ ബോഡിയുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ വിളിക്കും. എപ്പോഴാണ് ഇറ്റ് ഈസ് സബ്ജക്ട് ടു എ ടെൻസൈൽ ലോഡ് ഓഫ് 40 കിലോമീറ്റർ. അതിന് ഒരു ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ടെൻസൈൽ ലോഡ് നമ്മൾ പഠിച്ചായിരുന്നു തിയറി ആയിട്ട്. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന ലോഡാണ് ടെൻസൈൽ ലോഡ്. ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റീൽ സ്പെസിമെൻ നീണ്ടുപോയി. ആദ്യം 200 മില്ലിമീറ്റർ ആയിരുന്നു നീളം. പിന്നീട് നമ്മൾ ടെൻസൈൽ ലോഡ് 40 കിലോമീറ്റർ ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നീണ്ട് 0.2 മില്ലിമീറ്റർ കൂടെ എക്സ്റ്റെൻഡ് ആയി. ഫൈൻഡ് ദ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ സ്പെസിമെൻ. അതായത് സ്റ്റീൽ സ്പെസിമെൻ്റെ ക്യാപിറ്റൽ ഇ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചാണ്. യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ, യങ്സ് മോഡുലസ് വന്നത് സിഗ്മ ഈസ് ഈക്വൽ ടു, പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടി സിഗ്മ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ഇൻറ്റു എപ്സിലോൺ. ഇങ്ങനെയാണ് വന്ന ഇക്വേഷൻ. ആ ഇക്വേഷനിൽ നിന്നാണ് ഇക്വേഷൻ ഉണ്ടാക്കിയതാണ് ഈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇക്വേഷനൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ തന്നെ ബോക്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ സിഗ്മയും എഫ്സിലോണും നമുക്ക് കിട്ടണം. അതായത് സ്ട്രെസ്സും സ്ട്രെയിനും കണ്ടുപിടിക്കണം. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, സ്ട്രെസ് ഈസ് ഈക്വൽ ടു ലോഡ് അല്ലെങ്കിൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ലോഡ് നമുക്കിവിടെ ഡയറക്റ്റ് തന്നേക്കും 40 കിലോമീറ്റർ. പ്രശ്നമൊന്നുമില്ല. ഇനി ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വട്ടം വരുന്ന ഭാഗമുണ്ടല്ലോ. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ വരുന്നില്ല, ഈ സിലിണ്ടർ നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രതലം ഉണ്ടല്ലോ, അതിന്റെ ഏരിയ തന്നെയാണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഏരിയ ഓഫ് എ സർക്കിളാണ്. ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 d² ആണ്. π/4 × d². ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ 14 മില്ലിമീറ്റർ ആണ്. അപ്പോൾ π/4 × 14². ഇത്ര ഇങ്ങനെ കിട്ടും. അപ്പൊ ഇനി നമുക്ക് സിഗ്മ കണ്ടുപിടിക്കാം. ഏരിയ കിട്ടിയല്ലോ, സിഗ്മ അതായത് സ്ട്രെസ് ഈസ് ഈക്വൽ ടു 40 കിലോ ന്യൂട്ടൺ ആണ് ലോഡ്. അപ്പോൾ 40 ഇൻറ്റു നമുക്ക് ന്യൂട്ടണിലാണ് വേണ്ടത്. 40 ഇൻറ്റു കിലോ ന്യൂട്ടൺ ആക്കുമ്പോൾ 40 × 10³ ഡിവൈഡഡ് ബൈ അടിയിൽ ഏരിയ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 153.9. അപ്പോൾ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 259.8 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ കിട്ടും. സ്ട്രെസ് കിട്ടി. ഇനി നമുക്ക് സ്ട്രെയിനും കൂടെ വേണം. സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചായിരുന്നു, സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് എത്ര ലെങ്ത് ചേഞ്ച് ആയി? 0.2. ഒറിജിനൽ ലെങ്ത് എത്രയായിരുന്നു? 200. 0.2 ഡിവൈഡ് ബൈ 200 കഴിഞ്ഞാൽ 0.001. സ്ട്രെസ്സും കിട്ടി, സ്ട്രെയിനും കിട്ടി. രണ്ടും കിട്ടി കഴിഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാം. ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ കിട്ടും, ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ.